നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. നമ്മൾ ജെമ്മിനെക്കുറിച്ചാണ്, സ്റ്റോണിനെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡുകളിലായി പറഞ്ഞു വരുന്നത്. ആളുകളുടെ മെസ്സേജിനെല്ലാം മറുപടിയായിട്ട് നമ്മൾ കല്ലിനെക്കുറിച്ച് പറയുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ കോമൺ ആയിട്ട് കല്ലിനെക്കുറിച്ച് പറഞ്ഞുവെങ്കിലും ഇന്ന് നമുക്ക് ഓരോ സ്റ്റോണിനെ കുറിച്ച് നമുക്ക് പറയാം. ഇന്ന് കല്ലുകളിൽ മഹാഗുരുവിൻ്റെ കല്ലായ വേഴത്തിൻ്റെ കല്ലിനെക്കുറിച്ച് നോക്കാം. മഹാഗുരുവിൻ്റെ കല്ലാണ് മഞ്ഞ പുഷ്യരാഗം, അതായത് യെല്ലോ സഫയർ. ഈ കല്ല് ശരിക്കും ആർക്കൊക്കെയാണ് ധരിക്കാൻ പറ്റുക? ഇപ്പം മഞ്ഞ പുഷ്യരാഗം ആർക്കൊക്കെയാണ് ധരിക്കാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. നമുക്ക് വ്യാഴദശക്കാർക്കെല്ലാം വേണമെങ്കിൽ കോമൺ ആയിട്ട് ധരിക്കാം. ഇപ്പോൾ വ്യാഴം ആ ജാതകത്തിൽ നല്ല സ്ഥാനത്തല്ലെങ്കിൽ അത് ചിലപ്പോൾ സൈഡ് എഫക്റ്റ് ചെയ്യാനിട വരും, അല്ലെങ്കിൽ അത് പ്രവർത്തിക്കാതെ പോവും. അതിന് ആ കല്ലിട്ടത് കൊണ്ട് ഒരു ഗുണവും വരാതെ വരും. അതുകൊണ്ട് വ്യാഴദശയ്ക്ക് നമുക്ക് കല്ല് ധരിക്കുന്നെങ്കിൽ തന്നെ നോക്കി ഒരു ജ്യോത്സ്യൻ്റെ നിർദ്ദേശപ്രകാരമേ ഇടാവൂ. മറ്റൊന്ന്, മഞ്ഞ പുഷ്യരാഗം ഇടേണ്ടത് ആർക്കൊക്കെയാണ്? രണ്ട് രീതിയിലാണ് ഒരു കല്ല് ധരിക്കാനിട വരുന്നത്. ഒന്ന് ബർത്ത് സ്റ്റോണായിട്ടും മറ്റൊന്ന് ലക്കി സ്റ്റോണായിട്ടും ഒരാളിന് രണ്ട് കല്ലുകൾ വരും. അപ്പോൾ ജന്മരത്നവും ഭാഗ്യരത്നവും, ബർത്ത് സ്റ്റോണും ലക്കി സ്റ്റോണും. ജന്മരത്നം പറഞ്ഞത് നമുക്ക് വ്യാഴത്തിന് മഞ്ഞ പുഷ്യരാഗം ജന്മരത്നമായിട്ട് പറഞ്ഞ രണ്ട് ലഗ്നത്തിൽ ജനിച്ചവരാണ്, കൂറിലല്ല. എപ്പോഴും ആളുകൾ കൂറും ലഗ്നവും രണ്ടായിട്ട് കാണും. കൂറ് ഒക്കെ ഒരേ 2.5 നക്ഷത്രമാണ് ഒരു കൂറിലായിട്ട് വരുന്നത്. പക്ഷേ ലഗ്നം അങ്ങനെയല്ല. ഒരു ദിവസം തന്നെ 12 ലഗ്നത്തിലും ഒരു നക്ഷത്രം പോവും. 24 മണിക്കൂർ കൊണ്ട് 12 ലഗ്നത്തിലേക്കും മാറും. അപ്പോൾ ആ സമയത്ത് അവർ ജനിക്കുന്ന സമയത്ത് ഏത് ലഗ്നരാശിയിൽ നിൽക്കുന്നുവോ അതാണ് ലഗ്നാധിപൻ. ലഗ്നാധിപൻ്റെ കല്ലാണ് ജന്മരത്നം. ഇപ്പോൾ ലഗ്നാധിപൻ്റെ കല്ലാണ് ജന്മരത്നം. അപ്പോൾ വ്യാഴം ബർത്ത് സ്റ്റോണായിട്ട് പറഞ്ഞ ആർക്കൊക്കെയാണ്? ജന്മരത്നമായിട്ട് പറഞ്ഞത് രണ്ട് രാശിക്കാർക്കാണ്. അതായത് മീനരാശിക്കാർക്കും ധനുരാശിക്കാർക്കും. ധനുരാശിക്കാർക്കും മീനരാശിക്കാർക്കും മഞ്ഞ പുഷ്യരാഗം ബർത്ത് സ്റ്റോണായിട്ട് വരും, ജന്മരത്നമായിട്ട് വരും. എന്നിട്ട് നമുക്ക് അവർ ജന്മരത്നം ആയി, ഇവർക്ക് നിങ്ങളെ ബർത്ത് സ്റ്റോൺ ആരെന്ന് ചോദിച്ചാൽ ശരിക്കും മഞ്ഞ പുഷ്യരാഗമാണ് ഈ രണ്ട് രാശിക്കാർക്ക്. പിന്നെ നമ്മൾ കല്ലിൻ്റെ അളവൊക്കെ നിശ്ചയിക്കുന്നത് ജാതകം നോക്കിയിട്ട് നിശ്ചയിക്കണം. എത്ര അളവിൽ വേണം, അതിനെ ശുദ്ധി ചെയ്ത് പൂജിച്ച് നമുക്ക് ഏത് ദിവസം ധരിക്കാം എന്നൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ ലക്കി സ്റ്റോണായിട്ട് വരുന്നത് ഭാഗ്യരത്നമായിട്ട് വരും. രണ്ട് രാശിക്കാർക്ക് ഭാഗ്യരത്നമായിട്ട് മഞ്ഞ പുഷ്യരാഗം വരും. ഒന്ന് മേട ലഗ്നക്കാർക്ക് ഭാഗ്യരത്നമായിട്ട് മഞ്ഞ പുഷ്യരാഗം വരും. അതുപോലെ കർക്കടക ലഗ്നക്കാർക്കും ഭാഗ്യരത്നമായിട്ട് മഞ്ഞ പുഷ്യരാഗം വരും. അപ്പോൾ രണ്ട് ലഗ്നക്കാർക്ക് ബർത്ത് സ്റ്റോണായിട്ട് വരും, രണ്ട് ലഗ്നക്കാർക്ക് ലക്കി സ്റ്റോണായിട്ട് വരും. അപ്പോൾ മേട ലഗ്നക്കാർക്കും കർക്കടക ലഗ്നക്കാർക്കും ഭാഗ്യരത്നമാണ് മഞ്ഞ പുഷ്യരാഗം. അപ്പോൾ ഈ മഞ്ഞ പുഷ്യരാഗം 4 ലഗ്നക്കാർക്കിടാം. 2 ലഗ്നക്കാർക്ക് ബർത്ത് സ്റ്റോണായിട്ടും 2 ലഗ്നക്കാർക്ക് ഭാഗ്യരത്നമായിട്ടും. ഇല്ലാതെ കൂറിനെ ആസ്പദമാക്കിയൊക്കെ ആളുകൾ ധരിക്കുമെങ്കിലും അത് അത്ര കണ്ട് പ്രവർത്തിക്കത്തില്ല. അപ്പോൾ ഈ 4 ലഗ്നക്കാർക്കും മഞ്ഞ പുഷ്യരാഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? വേഴത്തിൻ്റെ കല്ലാണ്, ധനത്തിൻ്റെ കല്ലാണ്. അത് ധനത്തെ കൊണ്ടുതരും, നമുക്ക് പുരോഗതിയെ കൊണ്ടുതരും. അതുകൊണ്ട് മഞ്ഞ പുഷ്യരാഗം ഇടേണ്ടതും ചൂണ്ടുവിരലിലാണ്. ഇതാണ് ധനത്തിൻ്റെ വിരൽ. ആ വിരലിൽ തന്നെ ധരിക്കണം. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അളവ് നിശ്ചയിക്കുന്നതിലാണ്. കല്ലാക്ക് വേണോ, ഏത് കടയിൽ നിന്ന് വേണോ വാങ്ങാം, നമുക്ക് കയ്യിൽ കെട്ടി ഇടാം.
നമുക്ക് തന്നെ അത് വേണമെങ്കിൽ ശുദ്ധി ചെയ്യാം. ഗോമൂത്രം, പാല്, കരിക്കും വെള്ളം, പനിനീര്, പഞ്ചഗവ്യം, ഈ 5 5 ദിവസം കല്ലിനെ ഓരോ ദിവസം വീതം ഓരോന്നിലിട്ട് ശുദ്ധി ചെയ്ത് പിന്നെ വേഴത്തിൻ്റെ മന്ത്രം ജപിച്ച് പൂജിച്ച് നമുക്ക് കയ്യിൽ ധരിക്കാം. പക്ഷേ കല്ലിൻ്റെ അളവ് അതിന് കണക്കായിട്ടുള്ള അളവിലുള്ള കല്ലല്ലെങ്കിൽ ആ കല്ല് പ്രവർത്തിക്കില്ല, ചുമ്മാ കെട്ടിത്തൂക്കി നടക്കും. പിന്നെ മറ്റൊന്ന്, അത് കല്ലായിരിക്കണം. അല്ല നമ്മളൊരു കല്ല് കെട്ടിത്തൂക്കിയിട്ടു എന്ന് പറയുന്നതിൽ കാര്യമില്ല. അതിന് റേഡിയേഷൻ നോക്കണം. കല്ലിൻ്റെ റേഡിയേഷൻ ചെക്ക് ചെയ്യുന്നതാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്ത് റേഡിയേഷൻ ചെക്ക് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ ഒരു 8 10 കല്ല് ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും ഒരു കല്ലിന് ഒറിജിനലായിട്ട് റേഡിയേഷൻ പാസ് ചെയ്യുന്ന കല്ല് വരണേ. അപ്പോൾ അങ്ങനെ നോക്കി വേണം. ഇത് നമുക്ക് ജീവിതകാലം ധരിക്കേണ്ടതാണ് ഈ ബർത്ത് സ്റ്റോണും ലക്കി സ്റ്റോണും, അല്ലാതെ അപ്പോഴെപ്പോഴും ഒരു ദശയ്ക്ക് വേണ്ടി മാറ്റേണ്ടതല്ല. അപ്പോൾ ലൈഫ് ലോങ് ധരിക്കേണ്ട സ്റ്റോൺ ആയതുകൊണ്ട് നമ്മൾ ഈ കല്ലിനെ ചെക്ക് ചെയ്ത് ആ കല്ലിൻ്റെ അളവ് നിശ്ചയിച്ച് അത് ശുദ്ധി ചെയ്ത് പൂജിച്ച് അതിനെ പർട്ടിക്കുലർ ഡേയിൽ അതേപോലെ പർട്ടിക്കുലർ വിരലിൽ വേണം ധരിക്കാൻ. ഓരോ വിരലിന് പ്രാധാന്യമുണ്ട്. കാരണം നമ്മളെ സോളാർ സിസ്റ്റം നമ്മളെ ബോഡിയിലിരിക്കുന്നത് തലച്ചോറിലാണ്. അപ്പോൾ ഈ വിരലുകളിൽ നിന്ന് ആ ഞരമ്പുകൾ വഴി നേരെ ബ്രെയിനിലേക്ക് പോയിരിക്കുകയാണ്. വിരൽ മാറിപ്പോയാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതിന് കാലതാമസം ഉണ്ടാവും. അതുകൊണ്ടാണ് അതാത് വിരലുകളിൽ തന്നെ ധരിക്കണം എന്ന് പറയാൻ കാരണം. ആ വിരലിൽ കെട്ടി ധരിക്കണം. പിന്നെ കല്ലുകളിലെല്ലാം ആൾക്കാർക്ക് പറഞ്ഞ ഒരു സംശയമുള്ളത്, കല്ല് സൂര്യപ്രകാശത്തിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ജം തെറാപ്പി റേഡിയേഷനാണ്. അത് സൂര്യകിരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ, സൂര്യനാണ് എനർജിയുടെ സ്രോതസ്സ്. അപ്പോൾ സൂര്യൻ ഈ കല്ലിൻ്റെ എനർജി ബോഡിയിലേക്ക് കടത്തിവിടും. സൂര്യപ്രകാശത്തിൽ അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നത് വരെ മാത്രമേ കല്ല് പ്രവർത്തിക്കുകയുള്ളൂ. ആളുകൾ ചിലരാവട്ടെ ഒരു കല്ലിട്ടാൽ പിന്നെ ആ കല്ല് ഉയരത്തേയില്ല. കാരണം ആ കല്ല് രാത്രിയും പകലും ഇട്ടിരിക്കും. അപ്പോൾ കല്ലിൻ്റെ അടിസൈഡിലൊക്കെ അഴുക്കൊക്കെ കയറി അടഞ്ഞ് ഇത് പ്രവർത്തിക്കാതെയാവും. അതുകൊണ്ട് ഈ കല്ല് രാത്രി കാലങ്ങളിൽ ഇടരുത്. ഓഫീസിലൊക്കെ പോയിട്ട് കല്ല് ഊരി വയ്ക്കുക. പൗർണമി ദിവസം, എല്ലാ മാസവും പൗർണമി ദിവസം കല്ലിനെ കഴുകി, മുദ്രത്തിനെ കഴുകി വൃത്തിയാക്കി പാലിലിട്ട് ശുദ്ധി ചെയ്ത് ഓരോ മാസത്തിലും ശുദ്ധി ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ കല്ലിൻ്റെ ആ റേഡിയേഷൻ പാസ് ചെയ്യുന്നത് കുറയാതിരിക്കും, അല്ലെങ്കിൽ റൈസ് പാസ് ചെയ്യാതെ വരും. ഇങ്ങനെയാണ് ഓരോ കല്ലും ധരിക്കേണ്ടത്. അപ്പോൾ മഞ്ഞ പുഷ്യരാഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി. അത് ധനത്തിൻ്റെ വെള്ളമാണ്. വേഴ ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള കല്ലാണ്. വേഴദശക്കാർക്ക് അല്ലെങ്കിൽ 16 വർഷക്കാലം കൊണ്ട് വേഴദശക്കാർക്ക് ഈ കല്ല് ധരിക്കണമെങ്കിൽ അവർ ആ കല്ല് ധരിക്കാമോ എന്ന് നോക്കണം. അല്ലാതെ വേഴദശ എന്ന് പറഞ്ഞിട്ട് കല്ല് ധരിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഇട്ടാൽ തന്നെ ദശ തീരുമ്പം തന്നെ കല്ല് റിമൂവ് ചെയ്യണം. ഇതൊന്നും നമ്മൾ പലപ്പോഴും അറിയാറില്ല. ദശ വന്നതും പോയതും ഒക്കെ ആരെങ്കിലും ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോയാൽ അവർ പറഞ്ഞ് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മഞ്ഞപുഷ്യരാഗം കെട്ടി ധരിക്കണം. കല്ലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഗുരുവിൻ്റെ കല്ലാണ്. അതുകൊണ്ടാണ് ആ കല്ലിന് ആദ്യം തന്നെ പറയാൻ കാരണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. കാരണം ഈ വിവരം അവരും കൂടി അറിഞ്ഞ് അവരും അതിൻ്റെ ഉപയോഗം അവർക്കും ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം ഞങ്ങൾ ഈ ചാനലിലൂടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഗ്രാം ജ്യോതിഷ സംബന്ധമായി ചെയ്യുന്നുണ്ട്, ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിത്യജ്യോതിഷം എല്ലാ ദിവസവും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഓരോ ദിവസവും എങ്ങനെയാണ് എന്ന് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് യഥാസമയത്ത് ലഭ്യമാവണമെങ്കിൽ നിങ്ങൾ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യപ്രദമായി ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.